എമ്പുരാനുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ അസൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതിനെതിരെ വലിയ ട്രോളുകളാണ് മലയാളത്തിലുണ്ടാകുന്നത്. ദേവാസുരത്തിലെ മാപ്പ് നൽകുക മഹാമതി എന്നുള്ള പാട്ട്, കലാപാനിയിൽ ഷൂ നക്കുന്ന സീനുകൾ, ഇങ്ങനെ പല രീതിയിലുള്ള ട്രോളുകളുണ്ട്. നമ്മളതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ അതിലൊരു വേറൊരു വശമുണ്ട്. ഈ സിനിമേൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ രാഷ്ട്രീയ കക്ഷിയെയോ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്കതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അത് ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അതിനെതിരെ നിയമ നടപടി എടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇതൊക്കെ നിയമപരമാണ്, അതിലൊന്നും കുറ്റമില്ല. പക്ഷേ ഇതിലൊരു വിഷയമുണ്ട്. ഇതിൽ മുഴുവൻ കുറ്റവും പൃഥ്വിരാജിനാണ്. മോഹൻലാൽ പാവമാണ്. മോഹൻലാലിനൊന്നും അറിയില്ല. മോഹൻലാൽ പൊട്ടനാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ മോഹൻലാൽ പറയുകയാണ്. മോഹൻലാലിൻ്റെ അനുഭാവികളും അനുയായികളൊക്കെ പറയുകയാണ്. അതായത് മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല, സിനിമ മോഹൻലാൽ അറിഞ്ഞിട്ടില്ല, കഥ മോഹൻലാൽ കേട്ടിട്ടേ ഇല്ല, മോഹൻലാൽ ഇതിൻ്റെ ഒന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെ ഭാഗമായി മോഹൻലാൽ ഡയലോഗ് പോലും പറഞ്ഞിട്ടില്ല. വേറെ ആരുടെ ഡയലോഗ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗ്യം വിചാരിച്ചൂടാ. ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാലിനെ പറ്റിച്ചു, പൃഥ്വിരാജ് മോഹൻലാലിനെ പറ്റിച്ചു, മുരളി ഗോപി മോഹൻലാലിനെ മുന്നേ പറ്റിച്ചു. മുരളി ഗോപിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല, ആൻ്റണി പെരുമ്പാവൂരിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പൃഥ്വിരാജ് ഇങ്ങനെ ചെയ്യുമോ മോഹൻലാലിനെ വെച്ച്? മോഹൻലാലിനെ റബ്ബർ സ്റ്റാമ്പാക്കി, മോഹൻലാലിനെ കുറച്ച് സമയം മാത്രമേ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ മോഹൻലാൽ പാവാടാ എന്നൊക്കെ പറയുന്ന രീതിയിൽ മോഹൻലാലിൻ്റെ അനുയായികൾ പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മോഹൻലാൽ ഒരു പൊട്ടനാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. മോഹൻലാൽ ആ രീതിയിലൊരു പൊട്ടനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ കണ്ടിങ്ങായി എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും എല്ലാവരുടെ ആളുമായി ജീവിക്കാൻ മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗമാവും, CPM-ൻ്റെ ഭാഗമാവും, BJP-യുടെ അനുഭാവിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറേ കാലത്ത് മോഹൻലാൽ അങ്ങനെയായിരുന്നു. ഈ മോഹൻലാലിൻ്റെ അവിടെ ഒന്നിച്ചുള്ള സുരേഷ് കുമാർ അടക്കമുള്ള BJP-യുടെ വലിയ പ്രവർത്തകരാണ്. BJP അനുഭാവം ഉണ്ടെന്ന് നമുക്ക് തോന്നും. മോഹൻലാൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം മോഹൻലാലിനെ നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. മോഹൻലാലിന് പദവികൾ നേടിയെടുക്കേണ്ടതുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇനി ഭാരതരത്നം അങ്ങനെ ആ രീതിയിലേക്ക് മോഹൻലാലിനെ ഉയർത്തേണ്ടതുണ്ട്. മോഹൻലാൽ അതൊക്കെ നേടിയെടുക്കാനുള്ള വിദ്യകളൊക്കെ മോഹൻലാലിന് അറിയാം. അപ്പോൾ മോഹൻലാലിന് അതൊക്കെ കൂടിയതാണ് മോഹൻലാൽ. എല്ലാവരെയും ഒരുപോലെ ആരോടും വിഷമിപ്പിക്കാതെ എല്ലാവരും ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്ന വിശാല മനസ്കനാണ് മോഹൻലാൽ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ മോഹൻലാലിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ മോഹൻലാൽ മണ്ടനാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നത് പോലെയാവും ഇത്. മോഹൻലാൽ പൊട്ടനല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പിക്കണം. മോഹൻലാലിനൊന്നും അറിയാതെ മലയാളത്തെ സിനിമയിൽ നമുക്കറിയാം, സിനിമ കാണുന്നവർക്കറിയാം, സിനിമയിൽ ജോലി ചെയ്യുന്നവർക്കറിയാം. ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് നമുക്ക് മൊത്തമായിട്ട് വായിക്കാൻ കിട്ടും, അവരുടെ സീനുകളെങ്കിലും വായിക്കാൻ കിട്ടും. അതുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെ സംബന്ധിച്ച് മുഴുവൻ സ്ക്രിപ്റ്റ് മോഹൻലാലിന് കിട്ടും. കാരണം മോഹൻലാലാണ് എൻ്റെ മെയിൻ നടൻ. മോഹൻലാലിന് ഉറപ്പായിട്ട് അത് കിട്ടും. മോഹൻലാൽ മുഴുവൻ വായിച്ചിട്ടുണ്ടാവും. സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടുണ്ടാവും. ഷൂട്ടിങ്ങിൻ്റെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടുണ്ടാവും. അവസാനം സിനിമ മുഴുവനായി മോഹൻലാലും അടക്കമുള്ള ആൾക്കാർ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. ഈ സമയത്തൊന്നും മോഹൻലാലിന് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ സിനിമ അങ്ങ് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇപ്പോൾ അവസാനം എല്ലാം കൂടി തിരിച്ചടിച്ചപ്പോൾ മോഹൻലാലിന് അനുകൂലമായി കുറേ പേര്, മോഹൻലാലിന് പ്രതികൂലമായി കുറേ പേര്, മോഹൻലാൽ ഇതാ മാപ്പ് പറയുന്നു. അങ്ങനെ പുകിലാണ് മലയാളത്തിൽ. ഈ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ വിഷയം എന്നുള്ളതാണ്. ഈ സിനിമ ഇങ്ങനെയൊക്കെ ആവുമെന്ന് അവർ വിചാരിച്ചിരുന്നു. ഇതിനെതിരെ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ കഴിഞ്ഞ് ആ സിനിമ ഒന്ന് ഡൗണായി തുടങ്ങുമെന്ന് തോന്നിയപ്പോഴാണ് ഈ വിവാദം വരുന്നത്. സ്വാഭാവികമായിട്ട് ഇതിനെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ മൂപ്പ് മലയാള തിയേറ്ററിലേക്ക് പിന്നെ അത് തിരിച്ചു കയറുന്നു. ഈ സിനിമയെക്കുറിച്ച് മോശം അഭിപ്രായം ആദ്യം ഉണ്ടായിരുന്നു. സിനിമയിൽ അശ്വന്ത് ഗോക്ക് മുതൽ വലിയ റിവ്യൂസ് മുഴുവൻ സിനിമ പോരാ എന്നുള്ളത്, അതായത് മോഹൻലാലിൻ്റെ പ്രസൻസ് വളരെ കുറവാണെന്നും അതിന് വളരെ ലാഗ് അടിക്കുന്നുണ്ടെന്നും ഈ സിനിമ പല രീതിയിലും കണക്റ്റഡ് ആവുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് വിമർശനം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവാദം കയറി വരുന്നത്. ആ സിനിമ കൃത്യമായിട്ടത് അത് മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. മുരളി ഗോപി എൻ്റെ പഴയ ലെഫ്റ്റിലെ ഡയലോഗൊക്കെ മുരളി ഗോപി മാപ്പ് പറയുന്നു. മുരളി ഗോപിയാണ് സൈലൻറ്റ്, ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. ഈ കട്ട് ചെയ്തത് മുരളി ഗോപിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് അത് മുരളി ഗോപിയും ആലോചിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, മാപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇത് സീനുകൾ കട്ട് ചെയ്തതിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെന്ന് പറയുന്നു. പൃഥ്വിരാജിനെ മാത്രം ബലിയാടാക്കാൻ സമ്മതിക്കില്ല എന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു. അതിനേക്കാൾ മേജർ റിവ്യൂയുടെ കോമഡിയാണ്. ആദ്യം സിനിമ സൂപ്പറാണെന്ന് പറഞ്ഞു, പിന്നെ സിനിമയ്ക്കെതിരെ 2 ദിവസം കഴിഞ്ഞ പാട് ഓന്ത് മാറുന്നു അല്ലെ, മേജർ റിവ്യൂ മാറുകയാണ്. അട്ടപ്പട്ടെല്ലാം ഇതെന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇതൊക്കെ തന്നെ ഒരു ഗിമ്മിക്കാണ്. ഇവർക്ക് എല്ലാവരെയും വേണമെന്ന് എല്ലാവരും തള്ളാനും പറ്റില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഇത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ മാപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. മാപ്പ് പറയേണ്ട ആവശ്യമൊന്നും മോഹൻലാലിനില്ല. പേടിച്ചു, അസലായിട്ട് പേടിച്ചു. കാരണം ഇത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ എതിരെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അവരുടെ തട്ട് കിട്ടിയാൽ ആ തട്ട് കൊള്ളാൻ, പ്രത്യേകിച്ച് വിജയ്ക്കൊക്കെ കിട്ടിയ തട്ട് നമ്മൾ കണ്ടതാണ്. ആ തട്ട് കൊള്ളാൻ മോഹൻലാലിന് താൽക്കാലം ആവശ്യം. അവരുടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും മേടിച്ച് ജീവിച്ചു പോകാനാണ് മോഹൻലാലും ആഗ്രഹിക്കുക. മോഹൻലാലിന് അത്യാവശ്യമുള്ള പരിഗണനകളൊക്കെ മോഹൻലാലിന് കേന്ദ്ര സർക്കാരിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിയും തുടരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് മോഹൻലാലിനറിയാം. അദ്ദേഹം പരസ്യമായി മാപ്പ് പറയുകയും അതോടൊപ്പം തന്നെ ആവശ്യമുള്ള സീനുകളൊക്കെ കട്ട് ചെയ്തു എന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി സിനിമ കട്ട് ചെയ്യുകയും സിനിമ തിയേറ്ററിൽ എത്തുകയും ചെയ്തു. ഇനി സിനിമയുടെ ഭാവി എന്താണെന്ന്, ഒരിക്കൽ ഡൗൺ ആയി വന്ന സിനിമ പിന്നെ അതേ കയറി വന്നു. ഇനി സിനിമ കുറച്ചും കൂടി കളക്ഷൻ നേടി മുന്നോട്ട് പോകും. എന്ത് വന്നാലും മോഹൻലാലിനും കൂട്ടർക്കും ഇത് ലാഭം തന്നെയാണ്. ആഫ്റ്റർ ഓൾ പൃഥ്വിരാജിനെതിരെ സംഘപരിവാർ സംഘടനകൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് ലക്ഷദ്വീപിനെതിരെയുള്ള ക്യാമ്പയിന്
അദ്ദേഹം എതിർത്തിരുന്നു. അതുപോലെ CAA അനുകൂലമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെ എതിർത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുകൂലമാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രതികരണങ്ങൾ പൃഥ്വിരാജിന്, വളരെ സ്റ്റേണായ പൃഥ്വിരാജിൻ്റെ പ്രതികരണങ്ങളുണ്ടായിരുന്നു. അതായിരിക്കും പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു. മോഹൻലാലിനെ സൈഡ് ലൈൻ ചെയ്തു. ഈ സംഘപരിവാറുകാർ, പ്രത്യേകിച്ച് RSSകാരൊക്കെ വളരെ, അല്ലെങ്കിൽ BJP അനുകൂലികളൊക്കെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ കുറ്റമില്ലാടാ, മോഹൻലാൽ പാവാടാ എന്നുള്ള ട്രെൻഡ് ഉണ്ടാക്കി കുറ്റം മുഴുവൻ പൃഥ്വിരാജിലേക്ക്, മുരളി ഗോപിയിലേക്ക് അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള അവരുടെ ടാക്ടിക്സാണ്. മോഹൻലാലിൻ്റെ കുറ്റം പറഞ്ഞാൽ അത് തങ്ങളുടെ അനുഭാവികൾക്ക് തന്നെ ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം അറിയാം. മോഹൻലാൽ ഫാൻസാണോ താൻ RSS ആണോ ചോദിച്ചാൽ അവർ പറയും ഞാൻ മോഹൻലാൽ ഫാൻസാണെന്ന് പറയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അതുകൊണ്ട് നല്ല ടാക്ടിക്സ് എന്താണ്, പൃഥ്വിരാജിനെതിരെ കുറേ കുറ്റം പറയാം, മോഹൻലാൽ പാവാടാന്ന് പറയുകയും ചെയ്യാം. പക്ഷേ നിങ്ങളങ്ങനെ മോഹൻലാൽ പാവാന്ന് പറയുന്നതിൻ്റെ അർത്ഥം മോഹൻലാൽ പൊട്ടനാണെന്നാണ്. അങ്ങനെ മോഹൻലാൽ പൊട്ടനാണെന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാൻ കഴിയില്ല. ഇവരെല്ലാവരും ചേർന്ന് തന്നെയാണ് സിനിമയിലെ എല്ലാ സീനുകളും ഉത്തരവാദിത്തമുള്ളത്. ഒരു കൂട്ടുത്തരവാദിത്തമാണ് സിനിമ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തം അല്ല.